ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായമാണ് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഇന്നലെ 3-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം മോശയെ വിളിച്ച് തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ തക്കവണ്ണം നീ പോകണമെന്ന് മോശയോട് ആവശ്യപ്പെടുകയും ആരെന്നെ അയച്ചുവെന്ന് ഞാൻ ചോദിക്കുമ്പോൾ, ഞാൻ അവിടുത്തെ ഫറവോനോട് എന്തെന്ന് പറയണമെന്ന് ചോദിച്ചപ്പോൾ, ഞാനാകുന്നുവെന്ന് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുന്ന കാര്യം നമ്മൾ കണ്ടു. വീണ്ടും 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മോശയെ വീണ്ടും ദൈവം ശക്തിപ്പെടുത്തുകയാണ്. മോശ ചോദിക്കുന്നത്, ഞാൻ അവിടെ ചെന്ന് ജനത്തോട് പറഞ്ഞാൽ ജനം എന്നെ കേൾക്കുകയില്ല, അനുസരിക്കുകയില്ല. നീ എൻ്റെ കൂടെ ഉണ്ട് എന്നതിന് എനിക്ക് എന്താണ് ഒരു തെളിവ്? അപ്പോൾ യഹോവയായ ദൈവം മോശയ്ക്ക് 3 അടയാളങ്ങൾ നൽകുന്നുണ്ട്. കാരണം പഴയ നിയമത്തിൽ ദൈവം ഷെക്കേന ഗോഡാന്ന് നമ്മൾ കണ്ടു. മാധ്യമങ്ങളിലൂടെ മാത്രം മനുഷ്യനുമായി ഇടപെടുന്നൊരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അന്ന് അടയാളം ആവശ്യമാണ്. പുതിയ നിയമത്തിൽ നമുക്ക് അടയാളം കൊണ്ടല്ല നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത്. ദൈവം നമ്മോട് കൂടെയുള്ള ഇമ്മാനുവേൽ എന്ന അനുഭവമാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ അനുഭവങ്ങളിലൂടെ, വിശ്വാസത്തിലൂടെയാണ് ദൈവത്തെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ദൈവം പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ലാത്തതിനാൽ അടയാളം ആവശ്യമാണ്. അതുകൊണ്ട് യഹോവയായ ദൈവം മോശയോട് പറയുന്നു, നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ താഴെ ഇടുക. വടി താഴെ ഇട്ടു, അതൊരു പാമ്പായി മാറി. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, പാമ്പിൻ്റെ വാലിൽ പിടിക്കുക. അത് വീണ്ടും ഒരു വടിയായി മാറി. രണ്ടാമതൊരു അടയാളം കൂടി യഹോവയായ ദൈവം മോശയെ കൊടുക്കുന്നു. നീ നിന്റെ കൈ നിന്റെ മാർവിടത്തിലിടുക. മോശ കൈ തൻ്റെ മാർവിടത്തിലിട്ടു, അത് കുഷ്ഠമുള്ളതായി മാറി. അവൻ ഭയപ്പെട്ടു. ദൈവം പറഞ്ഞു, ഒന്നുകൂടി നീ അതേ മാർവിടത്തിൽ തന്നെ ഇടുക. ഇട്ടപ്പോൾ അത് സൗഖ്യമായി. ഈ 2 അടയാളങ്ങൾ നിങ്ങൾ അവിടെ ചെന്ന് എൻ്റെ ജനത്തെ നീ കാണിക്കണം. അപ്പോൾ ദൈവം ആണ് നിന്നെ അയച്ചതെന്നും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതും അവർക്ക് മനസ്സിലാവും. ഇനിയും അതുകൊണ്ടും അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ 3-മതൊരു അടയാളം കൂടി കൊടുത്തു. നദിയിൽ നിന്ന് കുറച്ച് വെള്ളം കോരി നീ തറയിൽ ഒഴിക്കുക, അപ്പോൾ ഇത് രക്തമായി മാറും. ഈ 3 അടയാളങ്ങൾ ദൈവം മോശയോട് ഒപ്പമുണ്ട് എന്നതിന് അടയാളമായി യഹോവയായ ദൈവം മോശയ്ക്ക് കൊടുത്ത് മോശയെ അവിടെ ധൈര്യപ്പെടുത്തുന്നതായി നമ്മൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ അടയാളങ്ങൾ കൊണ്ടല്ല ദൈവത്തെ വിശ്വസിക്കുന്നതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ശാസ്ത്രി പരീശന്മാർ വന്ന് ഒരിക്കൽ യേശുവിനോട് ചോദിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കേണ്ട നിനക്കൊരു അടയാളം, ഒരു അത്ഭുതം ചെയ്ത് കാണിക്കാമോ? യേശു അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, ദോഷവും വ്യഭിചാരമുള്ള തലമുറയെ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. യോന 3 രാവും 3 പകലും മത്സ്യത്തിൻ്റെ വയറ്റിലായിരുന്നു. ഇതുപോലെ മനുഷ്യപുത്രൻ 3 ദിവസം ഭൂമിക്കുള്ളിലിരിക്കും എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്ക് യേശുവിനെ അംഗീകരിക്കാനും വിശ്വസിക്കുവാനും അവരുടെ പിതാക്കന്മാരുടെ കാലത്ത് ദൈവം കൊടുത്ത അടയാളം എന്ന് പറയുന്നത് യോനയുടെ സംഭവമാണ്. മറ്റ് ജാതികൾ കണ്ട് വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവം ധാരാളം അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യും. അവർക്ക് അങ്ങനെ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരിക്കലും അടയാളങ്ങളോ അത്ഭുതങ്ങളോ കണ്ടിട്ടല്ല ദൈവത്തിൽ വിശ്വസിക്കേണ്ടതെന്ന കാര്യം പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്നാൽ പഴയ നിയമത്തിലെ അടയാളങ്ങളിലൂടെ മാത്രമേ ജനത്തിനത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം അന്ന് പൂർണ്ണമായി ലോകത്തിന് വെളിപ്പെട്ടിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ദൈവം മോശയ്ക്ക് ഇത് കൊടുക്കുന്നത്. കഴിഞ്ഞപ്പോൾ 10-ാം വാക്യം നമ്മൾ വായിക്കുന്നു, മോശ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടു. അദ്ദേഹത്തിന് വിശ്വാസമായി ദൈവം കൂടെയുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കുറവ് അദ്ദേഹം ദൈവത്തോട് പറയുന്നു, ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണ്. രാജാവിൻ്റെ അടുത്ത് ചെന്ന് വിക്കി സംസാരിച്ചാൽ അദ്ദേഹം എന്നെ അംഗീകരിക്കണമെന്നില്ലല്ലോ. യഹോവയായ ദൈവം മോശയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ ഭൂമിയിൽ ഊമിനെയും ചികടിനെയും
വിക്കിനെയും അല്ലെങ്കിൽ തടിച്ച നാവുള്ളവനെയും കേൾവിയുള്ളവനെയൊക്കെ സൃഷ്ടിച്ചത് ആരാണ്? അത് ദൈവം തന്നെയാണ് അവരെ അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്. ദൈവത്തിന് അതുകൊണ്ട് ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഞാനാണ് നിന്നെ അങ്ങനെ ആക്കിയതെങ്കിൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം നേരത്തെ മോശയോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ പോക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് യഹോവയായ ദൈവം മോശയോടിവിടെ പറയുകയാണ്. മാനുഷികമായ ഒരു ബലഹീനതയും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു തടസ്സമല്ല. ദൈവം സർവശക്തനും സർവ്വവ്യാപിയും സർവജ്ഞാനിയുമാണ്. ആ ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പൗലോസ്ലീഹായും രോഗശമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച മറുപടി നമുക്കറിയാമല്ലോ, എൻ്റെ കൃപ നിനക്ക് മതി, നിന്റെ ബലഹീനത നിന്നെ അത് ശക്തിപ്പെടുത്തും. രോഗം മാറ്റിക്കൊടുക്കുന്നില്ല, രോഗം അവിടെ നിലനിൽക്കുകയാണ്. എന്നാൽ ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറയുന്നത് ദൈവം തന്നെയാണല്ലോ. ആ ഒരൊറ്റ കാര്യത്തിൽ പൗലോസ്ലീഹ പിന്നീട് ഒരിക്കലും രോഗത്തെ ഓർത്ത് വിലപിക്കുകയോ അദ്ദേഹം സംശയിക്കുകയോ ചെയ്തില്ല. അപ്പം അതുകൊണ്ടാണ് ദൈവം അങ്ങനെയുള്ളവരെ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഒരു സൃഷ്ടിയെയും പരിഹസിക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് തൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 വാക്യങ്ങളിൽ യേശു പറഞ്ഞല്ലോ, നിങ്ങൾ സഹോദരനെ ഭോഷ എന്ന് വിളിക്കരുത്, നിങ്ങൾ അഗ്നിനരകത്തിന് യോഗ്യനാകും. ഒരാൾക്ക് ബുദ്ധി കൂടുതലുണ്ടെങ്കിൽ അവൻ്റെ കഴിവല്ല, ബുദ്ധി കുറഞ്ഞു പോയെങ്കിൽ അവൻ്റെ കുഴപ്പവുമില്ല. അപ്പം അതുകൊണ്ട് കാരണം സൃഷ്ടിയെ പരിഹസിക്കുന്നവൻ സൃഷ്ടിതാവിനെയാണ് അവിടെ പരിഹസിക്കുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടിയെ അപഹസിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് പറയാനുള്ള കാരണം. ഇനി ദൈവം അങ്ങനെ മോശ ഇങ്ങനെ വീണ്ടും സംശയങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ദൈവം മോശയോട് കോപിച്ചിട്ട് അവളോട് പറയുന്നൊരു കാര്യം ചെയ്യ്, നിന്റെ ജ്യേഷ്ഠനായ അഹ്റോനെ കൂടെ നീ കൂട്ടിക്കൊള്ളുക. അത് ദൈവത്തിന് മനസ്സുണ്ടായിട്ട് വിട്ടതല്ല, പക്ഷെ മോശയുടെ നിർബന്ധപ്രകാരം യഹോവയായ ദൈവം ചെയ്യുകയാണ്. വാസ്തവത്തിൽ അഹ്റോനെ കൂടെ കൂട്ടിയത് കൊണ്ട് മോശയ്ക്ക് പലപ്പോഴും പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം നമുക്കറിയാം. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജനത്തിൻ്റെ സമ്മർദ്ദത്തിന് വിധേയനായി കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും മോശ അത് കണ്ട് കോപിച്ച് കൽപ്പനകൾ എറിഞ്ഞു പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യം പിന്നീട് മുന്നോട്ട് നമ്മൾ വായിക്കും. പക്ഷെ മോശയുടെ നിർബന്ധപ്രകാരം യഹോവയായി ദൈവം അഹ്റോനെ അവിടെ കൂടെ അയക്കുകയാണ്. ദൈവത്തിന് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിച്ചാൽ പോലും മോശയുടെ വിക്ക് മാറ്റാം. പക്ഷേ ദൈവം മോശയുടെ വിക്കൂടെ മാറ്റുന്നില്ല, പകരം അഹ്റോനെ വിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അവൻ നിനക്ക് വക്താവായിരിക്കും, നിന്റെ വായായിരിക്കും, നീ അവന് ദൈവവുമായിരിക്കും. പ്രിയമുള്ളവരെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മോശ ഇന്ന് ഈ യഹോവയുടെ ഈ വചനം കേട്ട് ഇനി മുന്നോട്ട് അങ്ങ് പോവുകയാണ്. ഈ തൻ്റെ കയ്യിലെ അത്ഭുതങ്ങളെ ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വടിയുമായിട്ടാണ് മോശ പോകുന്നത്. ഈ വടി കൊണ്ടാണ് ഇനി മിസ്രൈമിൽ ചെന്ന് 10 ബാധ ഇറക്കുന്നതും ചെങ്കടലിനെ ഭാഗിക്കുന്നതും പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നതും ഒക്കെ അത്ഭുതകരമായ ഒരു വടിയാണ്. വടിയിലൂടെയാണ് ദൈവം ഇനി മോശയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നത്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ആ വടി മോശ തൻ്റെ നാവിൽ നിന്ന് തൊട്ടെൻ്റെ വിക്ക് മാറണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിക്ക് മാറിയേനെ. മോശ അത് ചെയ്തോ? ചെയ്തില്ല. പ്രിയമുള്ളവരെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വടി ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് വിക്കി സംസാരിച്ച് മോശ ജീവിക്കുകയാണ്. അഹ്റോനെ കൂടെ വിടാതെ ദൈവത്തിനൊരു വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ മോശയുടെ ഈ ദൗത്യത്തിൽ അവൻ്റെ ബലഹീനത അവൻ ആവശ്യമാണെന്ന് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. നമുക്കും ശാരീരികമോ മാനസികമോ ഒക്കെ ആയ ബലഹീനതകളും കുറവുകളും കണ്ടേക്കാം. അത് ദൈവ നിശ്ചയമാണെങ്കിൽ ദൈവം അതോടൊപ്പം നമ്മുടെ കൂടെയുണ്ട്. അതാണ് പൗലോസിനോട് പറഞ്ഞ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മോശയോട് പറഞ്ഞ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. മോശ അതുകൊണ്ട് ഒരിക്കലും തൻ്റെ നാവിൽ തൊടുകയോ വിക്ക് മാറാൻ ആഗ്രഹിക്കുകയോ അത്ഭുതം പ്രവർത്തിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ ചിന്തിച്ച് അങ്ങനെ ഒരു വടി നമ്മുടെ എങ്ങാനും കയ്യിൽ കിട്ടിയിരുന്നെങ്കിലോ, അതുകൊണ്ട് എവിടെയൊക്കെ തൊടാമോ എന്തെല്ലാം ചെയ്യാമോ അത് മുഴുവൻ നമ്മൾ ചെയ്തേനെ. മോശ അത് ചെയ്തിട്ടില്ല. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു വടി കയ്യിൽ പിടിച്ചുകൊണ്ട് വിക്കി സംസാരിച്ചുകൊണ്ട് മറ്റ് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് മോശ ഇങ്ങനെ നടക്കുകയാണ്. മോശ പിന്നെ മരിക്കുന്നിടം വരെയും വിക്കനായി തന്നെയായിരുന്നു. വിക്കനായി ജനിച്ചു, വിക്കനായി ജീവിച്ചു, വിക്കനായി മോശ മരിക്കുകയാണ്. പക്ഷേ ആവർത്തന പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്യം ഓർക്കുക, മോശയെപ്പോലൊരു പ്രവാചകൻ പിന്നെ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. മോശയെപ്പോലെ പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. മാനുഷികമായ എല്ലാ കുറവുകളും ബലഹീനതകളും ആ മനുഷ്യനിലുണ്ട്.
പക്ഷേ ആ ദൈവം ആ മോശയോട് കൂടെ ഇരുന്ന് അവനെ വഴി നടത്തുന്നു. അത്ഭുതകരമായി വഴി നടത്തുന്ന കാര്യം നമുക്കിനി മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 21-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും. അപ്പോൾ നമുക്ക് വേണേൽ ചോദിക്കാം, അപ്പോൾ ആരാണ് അതിന് കാരണക്കാരൻ? ദൈവം തന്നെയല്ലേ? ദൈവത്തിന് വേണമെങ്കിൽ ഫറവോൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിലുള്ളതാക്കി മാറ്റാമല്ലോ. കാരണം ചെയ്യുന്ന തെറ്റിന് ശിക്ഷ മനുഷ്യൻ അനുഭവിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ്. ഇത് ന്യായപ്രമാണ യുഗമാണ്. നമുക്കറിയാം, ഉൽപ്പത്തി 50 വരെ വാഗ്ദത്ത യുഗമെന്ന് അറിയുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ സമയമായിരുന്നു. അത് കഴിഞ്ഞ് മോശയുടെ കാലം മുതൽ ന്യായപ്രമാണ യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ ചെയ്യുന്നതിന് തെറ്റ് ചെയ്യുന്ന ശിക്ഷ അപ്പോൾ തന്നെയാണ്. എന്നാൽ ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്ന ഈ യുഗത്തിൻ്റെ പ്രത്യേകത, ഇത് കൃപായുഗമെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തെറ്റ് ചെയ്താൽ ഉടനെ നമുക്ക് ശിക്ഷയില്ല. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ മാനസാന്തരം വീണ്ടും വീണ്ടും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളാരും ചെയ്യുന്ന തെറ്റിന് ഉടനെ ശിക്ഷിക്കപ്പെടാത്തത്. പക്ഷെ ന്യായപ്രമാണ യുഗത്തിൽ അങ്ങനെയല്ല. ന്യായപ്രമാണ യുഗത്തിൽ വളരെ അന്നത്തെ പഠിപ്പിക്കലും യേശു വന്നതിന് ശേഷം വ്യത്യസ്തമുണ്ടല്ലോ. ന്യായപ്രമാണ യുഗത്തിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, പകരത്തിന് പകരം ചെയ്യുക എന്നുള്ള ഒരു മനോഭാവമുണ്ട്. പുതുനിയമത്തിൽ യേശു പറഞ്ഞു, അങ്ങനെയല്ല. നിന്റെ വലിയ കേട്ട് തളിക്കുന്നവന് മറിയ കേട്ട് കാണിച്ചു കൊടുക്കണം. നീ ശത്രുവിനെ സ്നേഹിക്കണം. പഴയ നിയമത്തിൽ പറഞ്ഞു, ശത്രുവിനെ ദ്വേഷിച്ച് മിത്രത്തെ സ്നേഹിക്കണം. യേശു പറഞ്ഞു, ശത്രുവിനെ സ്നേഹിച്ച് ഉപദ്രവിക്കുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അപ്പം അതിൻ്റെ എല്ലാ അന്തസ്സത്ത പുതിയ നിയമത്തിൽ കർത്താവ് നമുക്കത് മാറ്റി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കണമെന്നുള്ള ദൈവനീതി നടപ്പാകണമെങ്കിൽ 400 വർഷം ഈ ജനത്തെ കഠിനമായ വേല ജയിച്ച ഫറവോനും അവൻ്റെ സൈന്യവും ആ തെറ്റനുഭവിക്കണം. അതുകൊണ്ട് അവരുടെ ഹൃദയം കഠിനമാക്കുമെന്ന് യഹോവയായ ദൈവം ഇവിടെ പറയുകയാണ്. 22-ാം വാക്യത്തിൽ പറയുന്നു, ഇസ്രായേലിൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ, എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ അവരെ വിട്ടയക്കണം. അതെ, ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനം തൻ്റെ മക്കളാണ്. ഞാൻ അവരുടെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുള്ളതാണ്. ഇത് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ എന്ന് പിതാവ് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുപോലെ റോമർ 8:15 പൗലോസ്ലീഹ പറഞ്ഞു, പിന്നെയും ഭയപ്പെടേണ്ട ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രയും നമുക്ക് നൽകിയിരിക്കുന്നതെന്ന്. അതിനുശേഷം മോശ ഈ വചനങ്ങളൊക്കെ കേട്ട് വിശ്വസിച്ച് വളരെ സന്തോഷവാനായി മുന്നോട്ട് ഫറവോ രാജാവിനെ കാണാൻ വേണ്ടി സ്വന്തം ജനത്തിനടുക്കിലേക്ക് യാത്ര പോവുകയാണ്. ഇതിനിടയ്ക്കാണ് അഹ്റോൻ വരികയും മോശയെ കാണുകയും അവർ തമ്മിൽ കൂട്ടിമുട്ടുകയും അങ്ങനെ അഹ്റോനും ഇവരുടെ കൂടെ ഉണ്ടേ നമുക്ക് വിശ്വസിക്കാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ 24-നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. പോകുമ്പോൾ ദൈവദൂതൻ ഇവരെ മോശയുടെ മകനെ അല്ലെങ്കിൽ കൊല്ലുവാൻ തക്കവണ്ണം അടുത്തു വരികയും ആ സമയത്ത് മോശയുടെ ഭാര്യയായ സിപ്പോറ കത്തിയെടുത്ത് തൻ്റെ മകൻ്റെ ആ പരിച്ഛേദന അംഗവിച്ച അംഗാഗ്രം അല്ല അവൻ്റെ അവിടെ ആ പരിച്ഛേദന നടത്തുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയുമോ, മോശ പരിച്ഛേദന സ്വീകരിച്ച ആളാണ്. അപ്പോൾ അബ്രഹാമിൽ കൊടുത്ത ആ ഉടമ്പടി 3 മാസം മാതാപിതാക്കളോടൊപ്പം ഉണ്ടായിരുന്നുകൊണ്ട് അവർ മോശയെ പരിച്ഛേദന ചെയ്തിട്ടുണ്ട്. എന്നാൽ മോശ വിവാഹം കഴിച്ച ഈ സ്ത്രീ മിഥ്യാന്യ സ്ത്രീയാണ്. അവൾക്കതിൽ വിശ്വാസമില്ല. തന്നെയല്ല, പരിച്ഛേദനയിൽ നിന്നുള്ളത് ആൺകുട്ടികൾക്ക് ചെറുപ്രായത്തിൽ വളരെ വേദന ഉളവാക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ. ലിംഗത്തിൻ്റെ അഗ്രം ഉള്ള ചർമ്മം കട്ട് ചെയ്യുകയാണത്. വളരെ വേദന എടുക്കുന്ന ഒരു അനുഭവമാണ്. അത് തൻ്റെ മകൻ ആ വേദന അനുഭവിപ്പിക്കാൻ ഈ അമ്മ അനുവദിച്ചു കാണില്ല. അവൾ യഹോവയിൽ വിശ്വസിക്കുന്ന ആളുമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അവൾ അതിന് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കണം അവൾ അത് അനുവദിക്കാതിരുന്നു. പക്ഷെ അങ്ങനെ ആ വീണ്ടെടുക്കപ്പെടാത്ത ദൈവത്തോട്, ആ ഉടമ്പടിയോടെ ദൈവത്തോട് ചേർക്കപ്പെടാത്ത ഒരുവൻ ഈ മോശയിലൂടെ പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് ആണിക്കണം ഇവനെ കൊല്ലുവാൻ വേണ്ടി വരികയും
അവൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവുകയും അഗ്രചർമ്മം അവിടെ നടത്തുകയും ചെയ്തു. അതവിടെ വിച്ഛേദിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ആ പരിച്ഛേദന എന്ന കർമ്മം അവിടെ നിർവഹിച്ചു. ദൈവദൂതൻ അത് കണ്ടപ്പോൾ ഒഴിഞ്ഞുപോയി എന്നാണ്. അത് കഴിഞ്ഞപ്പോൾ സിപ്പോറ മോശയുടെ കാലിൽ തൊട്ട് നമസ്കരിക്കുകയാണ്. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞ് മോശയോട് അവൾ പറയുന്നതായി കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കും പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ്, ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭയെങ്കിൽ നമ്മുടെ രക്തമണവാളനാണ് നമ്മുടെ കർത്താവായ മെസ്സിഹ. കാരണം തൻ്റെ രക്തം ചീന്തിയാണ് നമ്മുടെ മണവാളനായി നമ്മുടെ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, പുതിയ നിയമത്തിൽ യേശുവിൻ്റെ നിഴലായി മോശയെ കാണുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനുശേഷം അഹ്റോൻ ദൈവഹിതം ഇസ്രായേൽ അതിനുശേഷം അവർ അവിടെ നിന്ന് യാത്ര പോകുന്നു. അതിനുശേഷം മോശ തൻ്റെ ഭാര്യയൊക്കെ അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞ് അവരെയും കൂടെ ഇനി മുന്നോട്ട് പോകുന്നില്ല. കാരണം മിഥ്യാന്യ സ്ത്രീയാണ്. ഇനിയും പല കാരണങ്ങളും പറഞ്ഞ് യഹോവയുമായുള്ള ബന്ധത്തിൽ നിന്ന് മോശയെ തടസ്സപ്പെടുത്താൻ സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവരെ പറഞ്ഞ വീട്ടിലേക്ക് വിട്ടിട്ട് മോശ അഹ്റോനോട് ചേർന്ന് യാത്ര ചെയ്യുകയും മിസ്രയീമിൽ ചെന്ന് തങ്ങളുടെ ജനത്തോട് ദൈവം പറഞ്ഞതായ കാര്യങ്ങളൊക്കെ പറയുകയും അടയാളങ്ങളൊക്കെ കാണിച്ച് അവരെ കാര്യം പറഞ്ഞ് അവിടെ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഇവിടുന്ന് പോകണം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്, അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാകണം എന്ന കാര്യം ജനത്തെ പറഞ്ഞ് അവിടെ ബോധവൽക്കരിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ജനം തല വണങ്ങി ദൈവത്തെ നമസ്കരിച്ചു എന്നാണ്. അവർക്കിപ്പോൾ ആരാധനയില്ല, അടിമത്തം മാത്രമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെ ആരാധിക്കണമെന്ന് അവർക്ക് അറിഞ്ഞും കൂടാ. പക്ഷേ അവരുടെ പൂർവ്വപിതാക്കന്മാർ അങ്ങനെ ദൈവത്തെ വണങ്ങി ആരാധിച്ചിരുന്നെന്ന് അവർ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരും തൻ്റെ തല വണങ്ങി ദൈവത്തെ അവിടെ നമസ്കരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദൈവം മോശയെ ശക്തിപ്പെടുത്തി മോശയുടെ ആവശ്യപ്രകാരം അഹ്റോനെ കൂടെ വിട്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന വടിയുമൊക്കെ അവൻ്റെ കയ്യിൽ കൊടുത്ത് മോശയെ ദൈവം ശക്തീകരിക്കുന്ന ഭാഗമാണിത് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് മാനുഷികമായ ബലഹീനതകളും കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെയൊക്കെ നമുക്ക് അതിജീവിക്കുന്നത് ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ വിശ്വാസമാണ്. ആ വിശ്വാസത്തോടെ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെ തരണം ചെയ്യാനും മാനുഷികമോ ശാരീരികമോ ആയ ഒരു കുറവുകളായി നമുക്ക് തോന്നുകയുമില്ല. അപ്രകാരം ഈ ഭൂമിയിൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന, നമ്മളെ അയച്ചിരിക്കുന്ന ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം, പൈശാചികമായ എല്ലാ അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.